അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു സർപ്പം തുള്ളലിന് ഞാൻ പോയതാട്ടോ. ഇത് ജനുവരിയിൽ ഉണ്ടായതാണ്. ജനുവരി 21 അങ്ങനെ എന്തോ ഇവിടെ ഞങ്ങളുടെ അനിയത്തിയുടെ വീട്ടിൽ വെച്ചുണ്ടായതാണ് കേട്ടോ. 3 കളങ്ങളാണ് ഉണ്ടായിരുന്നത്. രാവിലെ ഒരു വൈകുന്നേരം 7 മണി ഒക്കെ അവർ തുടങ്ങി, നേരത്തെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. രാവിലെ 7:30 ഒക്കെ ആയിട്ടാണ് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുള്ളത്. 3 കളങ്ങളും കൂടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കളത്തിന് അവരുടെ ഒരു തിരി ഒഴിയലും കാര്യങ്ങളുണ്ട്. അത് പുള്ളുവൻ്റെ അവരുടെ തന്നെ ഒരു കുട്ടിയാണ് ചെയ്യുക. പിന്നെ ഭൂതക്കളത്തിൽ കുട്ടികളിങ്ങനെ തറയും ഭൂതം അങ്ങനെ വേഷം കെട്ടിയിട്ട് വരും. കോഴീനെ ഇറക്കണ കാര്യങ്ങൾ പോലെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ ലാസ്റ്റത്തെ കളമാണ് ഭൂതക്കളം. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇത് മണിയാണ്, അനിയത്ര മോനാട്ടോ ഈ ലാസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പറ്റി പറഞ്ഞു. എനിക്കിതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഒന്നാമത്തെ രണ്ടാമത്തെ കളത്തിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ, കളം വരയ്ക്കണ ആ ഒരു സമയത്ത്. അപ്പോൾ കൈതപ്പൂ മണം എന്താ പാട്ടാണ് കേട്ടോ, കോപ്പിറൈറ്റ് വരണം, അതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് ഇടാത്തത്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു പാട്ട് വെച്ചിട്ടൊരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ കളമൊക്കെ റെഡിയായി. അതിൽ അവർ ഇങ്ങനെ പൂജാ സാധനങ്ങൾ 4 ഭാഗത്തും അവൽ, മലർ, നെല്ല് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ 4 ഭാഗം വെച്ചിട്ട് അവർക്ക് അതിന് പൂജ ഉണ്ട്. പിന്നെ താലം പിടിക്കാനുള്ള താലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുള്ളുവൻ്റെ ഇതിൽ മൂത്ത ഒരാൾ കുറച്ച് വയസ്സായ കാരണവർ തന്നെ അവരോട് ഇങ്ങനെ എല്ലാം ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ നടുക്ക് കണ്ടോ ഒരു പാമ്പിൻ്റെ പുറ്റു പോലെ, ആ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നഖങ്ങൾ വരുന്ന പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കളം വരയ്ക്കണം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ കാരണവർ ഇവരോട് ഒരുക്കിയത് ചോദിക്കുന്നതാണ്. പച്ചരി വരയ്ക്കോ, കളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം പാൽക്കിണ്ടി വെച്ചോ, പാൽക്കിണ്ടിയുടെ ഇടത്തും വലത്തിനായിട്ട് താലം വരയ്ക്കോ, പാൽക്കിണ്ടിയുടെ വടക്ക് ഭാഗം പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചോ, പേടത്തിന്റെ ചെപ്പ് ചരക്കോയി പാട് കണ്ണാടി വെച്ചോ, പേടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഒരു 2 നായി ഗുരുതി കൂട്ടി വെച്ചോ, പറനിറച്ചു വെച്ചോ, 2 ദിക്കിൽ അരപ്പുറത്ത് മുറ്റിയെണ്ണം വെച്ചോ, നാളികേരം പോയി, നാളികേരം പറഞ്ഞ ഈ സാധനം പോയി. നാളികേരം 4 വരയ്ക്കോ, ഇളനീർ 1 വെച്ചോ, പലപ്പുറത്ത് മുറ്റിയെണ്ണം വെച്ചോ, പാല് പൊടിച്ച് വെച്ചോ, വെള്ളരിയിൽ വെച്ചടക്കും വെച്ചോ, പൂവ് വരയ്ക്കോ, മൂക്കിലെ കതിരി വെച്ചോ, വെള്ളരിയിൽ അടപ്പുര വെച്ചോ, നരച്ചു വെപ്പ് വെച്ചോ, താഴെ എടുത്ത് കാണിക്കാൻ പുഷ്പാർച്ചന ചെയ്യാ, മുറത്തിരി കത്തിക്കാൻ കണിക്കോട്ട് തിരിച്ചു വയ്ക്കുക, കയ്യിൽ പണത്ത് പിടിക്ക, 3 ചുറ്റി കാറ്റ് ഒഴിയ. കഴിഞ്ഞോ കഴിഞ്ഞോ? ഈ നടന്നു വരുന്നതാണ് അവിടുത്തെ അമ്മ. കുറച്ച് സ്പീഡ് ഇട്ടതാണ് കേട്ടോ, കുറേ ലോങ്ങാണ്. ഈ പൂജ ചെയ്യുന്നത് അവിടുത്തെ അവരനിയനാണ്. അപ്പോൾ അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ കൊണ്ടുവരുന്ന മാറ്റ് വേണം കന്യകമാർ ഉടുക്കാൻ. അവർ കൊടുക്കും, കന്യകമാർക്ക് ഉടുക്കാനുള്ള മുണ്ട് അവർ കൊടുക്കും. പിന്നെ കന്യകമാരുടെ വക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ വക തിരി ഒഴിയൽ, അങ്ങനെ കുറേ സമയം ഇത് പൂജ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സമയം വഴുകുക തന്നെ. ഈ ചുറ്റി നടക്കുന്നുണ്ട് അനിയത്തിൻ്റെ ഭർത്താവ് സത്യേട്ടൻ, അതായത് ഈ പൂജ ചെയ്യുന്ന ആളുടെ ബാക്കിൽ നടക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ സമയം ഇതിൻ്റെ പൂജ ഉണ്ട്. ഇതാണ് കന്യക. അപ്പോൾ അവർ കൊടുന്ന മാറ്റ് കൊടുക്കണം അവർ. അപ്പോൾ അത് വേറൊരാളും കൂടി ഉണ്ട്. ഈ കുട്ടി ഇത് ചെറിയ അനിയൻ്റെ മോളാണ്. പിന്നെ അവരുടെ ഏട്ടൻ്റെ വൈഫാണ് ഇരുന്നത്. 2 ആളാണ്. ഒരാൾ കന്യകയായിട്ട് തന്നെ വേണം തോന്നുന്നു. 2 കന്യകമാർ വേണം എന്നൊക്കെയാണ് പറയുക, എനിക്കറിയില്ല. എന്തായാലും അവരും ഏട്ടൻ്റെ വൈഫാണ് ആദ്യത്തെ കളത്തിലിരുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ താലൊക്കെ പിടിച്ച്, പാമ്പങ്കാവുകൾ ഇതിൻ്റെ അപ്പുറത്താണ്. ആ കിണ്ടിയിൽ പൂക്കൊലൊക്കെ പിടിച്ചിരുന്നത് അവരുടെ അച്ഛനാണ്. അത് പാൽക്കിണ്ടി എന്നാണ് പറയുന്നത്, പാലാണ് തോന്നുന്നു. പിന്നെ അങ്ങനെ അവർ എല്ലാവരും അമ്പലത്തിലേക്ക് തൊഴുകാൻ പോയപ്പോൾ മൊത്തം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അവർ 4 ഭാഗം കർപ്പൂരമൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല പോലെ പുള്ളവന്മാർ കൊട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് തന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ അവരെ അമ്മായിക്കും ഏടത്തിയമ്മയ്ക്കും അനിയൻ്റെ വൈഫിനൊക്കെ ഇങ്ങനെ അവരെ ദേഹത്ത് ഇങ്ങനെ കയറുന്നത്. അനിയൻ്റെ വൈഫാണ്. ദേഹത്ത് ഇങ്ങനെ നാഗദൈവങ്ങൾ കയറി അവർക്ക് ഇങ്ങനെ തുള്ളുമല്ലോ. അപ്പോഴേക്ക് തന്നെ അവർ തുള്ളി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു അമ്മായി ഉണ്ടായിരുന്നു, അമ്മായി ഒക്കെ തുള്ളി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരങ്ങനെ നിർത്താൻ പറഞ്ഞു. കാരണം ഈ താലങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവർ ആ കൊട്ട് കേൾക്കുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ ഇതായിട്ടുള്ളവർക്ക് കയറും. അപ്പോൾ ഇതൊരു അമ്മായിയാണ്. അമ്മായിയൊന്നും വിചാരിച്ചിട്ട് തന്നെ ഇല്ല. അമ്മായി താലം പിടിക്കാൻ തന്നെ വന്നിട്ടില്ല, അമ്മായിക്ക് നടക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ ആൾ ഇതാക്കിയപ്പോഴേക്കും അവർക്കൊക്കെ കുറേ ആൾക്കാർക്ക് അങ്ങനെ
ആ കാവ് പോയി വന്നപ്പോഴേക്കന്നെ അതങ്ങനെ ഉണ്ടാവും എന്നാണ് തോന്നണത്. അങ്ങനെ കുറേ ആൾക്കാർക്ക് അതിൽ തുള്ളുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ അവർ വലം വെച്ച് അമ്പലത്തിലൊക്കെ പോയി വലം വെച്ച് തിരിച്ച് കാലൊക്കെ അവിടെ വെച്ചു. പിന്നെ പൂജാരി അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്ത് തരാം, കാരണം നിങ്ങൾക്കുള്ള സമയം തരാം, ഇപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ നിർത്തിയിട്ടോ. അങ്ങനെ 3 ചുറ്റ് വരണം തോന്നുന്നു. അപ്പോഴേക്കും പിന്നെ അവരങ്ങനെ ആ പാട്ട് കൊട്ടണ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ ഇതാവണം. പിന്നെ ഈ കുട്ടി ഈ ഏടത്തിയമ്മയാണ് ഇതിൻ്റെ നടുക്കിലിരിക്കാൻ പോണവർ. അവരുടെ വകയും കുറേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു പ്രസാദം ഒക്കെ നമുക്ക് കൊണ്ടു വന്നു. പിന്നെ തിരി ഒഴിയലാണ് കേട്ടോ. തിരി ഒഴിയണത് ആദ്യം ആ ഒരു കർമ്മം ചെയ്യുന്ന ആ വ്യക്തിയാണ് തിരി ഒഴിയണത്. പിന്നെ അത് നേരെ അവർ കൈമാറുന്നത്, അതായത് പുള്ളുവന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കുട്ടിക്കാണ് അവരത് കൈമാറുന്നത്. അവനാദ്യം ആ തിരി വാങ്ങിച്ചിട്ട് അവൻ്റെ എല്ലാവരുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആ കുട്ടി അച്ഛനും അമ്മയും ചെറിയച്ഛനും വലിയ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അവർ. അങ്ങനെ അവൻ്റെ തിരി ഒഴിയലാണ് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കും, നല്ല രസമാണ് കേട്ടോ അത് കാണാൻ.
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ തിരുവഴിയിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരൊരു മുറം എടുത്തിട്ട് പിന്നെ ആ കുട്ടിക്ക് ദക്ഷിണ എല്ലാവരുടെ അടുത്തും കൂടി വന്ന് വാങ്ങിക്കും കേട്ടോ. അവൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞെടുത്തിട്ട് അവരിങ്ങനെ ദക്ഷിണ നമുക്ക് എത്ര വെച്ചാൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കന്യാകുമാരെ കളത്തിലിരുത്തി തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ തുള്ളണ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ കാരണം ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇതുള്ളൂ കേട്ടോ. ഇനി അടുത്ത പാട്ടിൽ ബാക്കിയിടാം.